അദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ രാവിലെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എൻ്റെ എൻ്റെ ചില ധർമ്മ സങ്കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കും. ഇപ്പം പി വിജയൻ IPS എന്ന് പറയുന്ന ആള് എനിക്ക് വളരെ അടുത്തൊരു സ്നേഹിതനാണ്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തന്നെ അപ്പുറം. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു വേണ്ടാത്തൊരു വാർത്ത വരുന്നു, ഞാൻ തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചുള്ളൂ, കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും വാർത്തകൾ ഡൈല്യൂട്ട് ചെയ്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ അവർക്ക് നോവാതെ ഈ വാർത്ത എങ്ങനെ ജനങ്ങളെ അറിയിക്കാം എന്ന രീതിയിൽ ഞാൻ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ എന്ന് പറഞ്ഞ് ഈ അടുത്തിടെ വന്ന വാർത്തയൊന്നും നിങ്ങൾ ഞാൻ ഡൈല്യൂട്ട് ചെയ്താണെന്ന് വിശ്വസിച്ച് കളയരുത്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്ന പോലെ കേരളത്തിലുടനീളം 14 ജില്ലകളിൽ ഞാനൊരു 31 ദിവസം ഒരു യാത്ര നടത്തി രാസലഹരി വ്യാപനത്തിനെതിരെ. ഞാൻ യാത്ര തുടങ്ങുന്നത് ശരിക്കും ഞാൻ ഈ മാധ്യമരംഗത്ത് ഒരു 40 കൊല്ലം പൂർത്തിയാക്കിയ വേളയിൽ ഇറങ്ങി നടന്ന ഒരു യാത്രയായിരുന്നു അത്. പക്ഷെ ഇത് ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആരംഭിച്ച് 1-2 ജില്ലകൾ പത്തനംതിട്ടയൊക്കെ പിന്നിട്ടപ്പോൾ ഇത് സംഭവം കുഴപ്പമാണല്ലോ എന്ന് തോന്നി. എന്നാൽ വടക്കൻ കേരളത്തിലൊക്കെ എത്തുമ്പോഴേക്കും എത്ര അപകടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മുടെ ചെറുപ്പക്കാരികളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ നിമിത്തമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില വേദികളിലൊക്കെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. എനിക്ക് നമുക്കൊരു ക്രെഡിറ്റ് എന്നതിനേക്കാളും നമ്മുടെ ആളുകൾ കുറച്ചുകൂടെ നേരെ നടക്കേണ്ട സമയത്ത് നമ്മുടെ ചെറിയ കുട്ടികളെ പോലും സ്വാധീനത്തിൽപ്പെടുത്തുന്ന ഈ മയക്കുമരുന്ന് ലോബി കേരളത്തിൽ വളരെ വളരെ സജീവമാണ്. നമുക്കൊരു പക്ഷേ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ശ്രീ പി വിജയൻ പറഞ്ഞതുപോലെ പിടിക്കും തോറും അവരുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യവും. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ പള്ളിക്കൂടങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകുന്ന സ്വഭാവമൊന്നും നമുക്ക് തീരെ ഇല്ലാത്തവരാണ് നമ്മൾ. അവർ ജയിച്ച തോറ്റെന്നറിയാനും കാണാൻ പോയെങ്കിലായി എന്ന് മാത്രമുള്ളവരാണ് നമ്മൾ. അപ്പൊ അതേസമയം നമ്മൾ കുട്ടികളെ വളരെ കൂടുതൽ നോക്കി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഒരുപാട് ഇടങ്ങളില് ഇത്തരം രാസലഹരിയുടെ വ്യാപനവും കേരളത്തിൽ മയക്കുമരുന്ന് ലോബികൾ സജീവമാകുന്നതുമൊക്കെ ഞാൻ ചില വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ വളരെ ശക്തമായി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, എഴുതിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്രയും മതിയോ കേരള പോലീസിൽ നിന്ന് എന്ന് ഞാൻ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, കേരള പോലീസ് എടുത്തിരിക്കുന്ന ഈ ചുവടുവയ്പ് ഒരുപക്ഷെ അവരൊക്കെ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തോടെ ഈ നാട്ടിൽ ഉറങ്ങാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഉറക്കം പോകുന്ന പരിപാടിയാണ് ഈ കേരളത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയുന്നത് പോലെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലാപരിപാടിയാണ് MDMA ഒക്കെ സ്വന്തമാക്കുക. അപ്പോൾ വടകരയിൽ 3 അധ്യാപികമാരാണ് ഈ രംഗത്തിറങ്ങിയത്. അപ്പോൾ എന്നോട് ഇന്ന് പറയുകയായിരുന്നു, ഞങ്ങൾ ഇന്ന് രാവിലെ ചാനലിൽ ഈ 3 അധ്യാപികമാരെ കാണിച്ചു, അവരൊന്നിച്ച് നിൽക്കുന്ന നല്ല മനോഹരമായൊരു ചിത്രം കാണിച്ചപ്പോൾ എൻ്റെ ചെവിയിലൊരു സാധനം ഈ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്നുണ്ട്. ആ ചെവിയിൽ അവിടെ ഇതിന് പയ്യൻസ് പറയാ, ഇവർ നമുക്കായിട്ട് എടുത്തു വെച്ചിരുന്ന ചിത്രമാണെന്ന് തോന്നുന്നു. കാര്യം ഇവര് വളരെ ജോവിയലായിട്ട് അവരൊരു ചിത്രം എടുത്ത് വെച്ചിരുന്നു പോലീസുകാർക്ക് പണിയുണ്ടാക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, പണ്ടൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര ആദരവോടെ ആളുകൾ കാണുന്നൊരു സംഭവമായിരുന്നു. അതേസമയം ഇന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു മാധ്യമ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലഭിക്കുന്നതിന്റെ 20% പോലും നമ്മൾ പുറത്തേക്ക് വിക്ഷേപിക്കുന്നില്ല. ആളിന് ബോധം കെട്ട് വീഴും. അടുത്ത ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാം. അതായത് ഇവിടുത്തെ ഒരു വലിയ ആശുപത്രിയില് ഒരു രോഗിയെ മരിച്ചു കൊണ്ടുചെന്നു, ബ്രോഡ് ഡെത്ത് എന്ന് പറയുന്ന മെഡിക്കൽ ടേം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. മരിച്ചുപോയി ഇയാള്. അപ്പോൾ ഇയാൾ മരിച്ചാണെങ്കിലും ഈ ആശുപത്രി കയറ്റി പരിശോധിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ ആശുപത്രിയുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ 8 ദിവസം ഈ ഡെഡ് ബോഡി വെന്റിലേറ്ററിൽ ഇട്ട് അവർ ചികിത്സിച്ചു. കാര്യം മാന്ത്രിക വടി ചുഴറ്റി ഈ മനുഷ്യന് ജീവൻ കൊടുക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു ചത്തുപോകുന്ന രീതിയിൽ ഒരു ബില്ല് അടിച്ച് കൈ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ഒരു ഡോക്ടർ രാജിവെച്ചു പോയെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് മനുഷ്യ മനസാക്ഷി നടുങ്ങിപ്പോകുന്ന, മരവിച്ചു പോകുന്ന ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു, ഒരുപാട് ക്രൈംസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. നമ്മൾ ഈ പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ ഈ ഓട്ടപ്പാച്ചിനിടയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. അത് പോലീസ് സേനയ്ക്ക് മാത്രമല്ല, ഈ പോലീസ് സേന മാത്രം വിചാരിച്ചാൽ കേരളത്തെ നേരെയാക്കും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്കൊരു ഇടപെടലുണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രയാസമാണ്. ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ SKN 40 ശേഷം SKN 41 എന്ന് പറഞ്ഞൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവുക. അത് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇവിടെയാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ
കേരളത്തെ ഒന്ന് ക്ലീൻ ആക്കി ഒരു പച്ചപ്പുള്ള സംസ്ഥാനമായി വിദേശ നാടുകളിലൊക്കെ പോയി മടങ്ങി വരുന്ന ഒരു പ്രവാസി കാണുമ്പോൾ ഇതെന്റെ നാടാണോ? കാര്യം നമ്മൾ തുപ്പി നശിപ്പിച്ച് നാശമാക്കിയിടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാതെ അടുത്തൊരു 3 മുതൽ 5 കൊല്ലം വരെ നമ്മൾ അക്ഷീണം എത്തിച്ചാൽ ഈ കേരളത്തെ എങ്ങനെ മാറ്റി മറിക്കാൻ കഴിയും എന്നൊരു ഉദ്യമത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവുക. ഞാനും എന്റെ സംഘവും സർക്കാരിന്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനിത് ഔദ്യോഗികമായിട്ട് ആദ്യം ഇവിടെ പറയുക. കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 നേരം കുളിക്കുന്നവരാണ്, വളരെ വൃത്തിയൊക്കെ പരിപാലിക്കുന്നവരാണ്. ആ ആളുകൾ തന്നെയാണോ ഈ റോഡിലൊക്കെ ഇങ്ങനെയുള്ള കലാപരിപാടികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് സംശയം തോന്നുകൊണ്ടാണ് ഈ നാടിനെ ഒന്ന് നേരെയാക്കി കളയാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ്. കാര്യം എനിക്ക് ഇതിന് ഒരു കരുത്തും ആത്മവിശ്വാസവും തന്നത് എൻ്റെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള യാത്രയായിരുന്നു. അത് കേരളത്തിൽ ഒരു നല്ല അവബോധം ഉണ്ടാക്കാനും അമ്മമാരെ എങ്ങനെ പെൺകുട്ടികളെ സൂക്ഷിക്കണമെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് ആ യാത്രയിലൂടെ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ എന്തായാലും ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ അപ്പൊ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള നമ്മുടെ മഹാഗായിക ചിത്രാജിയുടെ വരുമ്പോൾ നമുക്ക് ഞാൻ നമ്മുടെ കമ്മീഷനോട് പറയുകയായിരുന്നു, ചിത്രാജി എപ്പോഴും ഇങ്ങനെ ചിരിച്ചു വളരെ വിനയത്തോടെ മാത്രമേ നടക്കൂ. ഈ വളരെ നമ്മുടെ ഈ നെല്ലിൻ കതിർക്കുലയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് എത്ര ഫലം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ കുനിയാൻ തുടങ്ങും. ആ ഒരു ക്വാളിറ്റി കേസ് ചിത്രയ്ക്കുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം ഒരുപാട് ഉയരങ്ങളിൽ ചിത്രാജി എത്തിക്കഴിഞ്ഞു. എന്നാലും നമുക്കിവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ചിത്രേച്ചിയായിട്ടോ ചിത്രാമ്മയായിട്ടോ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ഞാനിപ്പോൾ എത്രയോ വർഷമായിട്ട് നിങ്ങൾക്കറിയുന്ന പോലെ ആകാശവാണിയിലൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്തു. അവിടെയൊക്കെ പാടാൻ വരുന്ന ഒരു ചെറിയ പെൺകുട്ടിയായി കണ്ടു തുടങ്ങിയ ചിത്രാജി ഇപ്പം ഇന്ത്യക്കൊപ്പം വളർന്നു കഴിഞ്ഞു. അപ്പോൾ ചിത്രാജി, താങ്കളുടെ പ്രസൻസ് വളരെ സന്തോഷപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോലീസ് സേന, നിങ്ങൾ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഈ വിജയൻ സാറ് പറഞ്ഞില്ലേ നിങ്ങളൊന്ന് പോയാലും കുഴപ്പമില്ല കേട്ടോ, പാട്ടല്ലേ. അപ്പോ നിങ്ങൾ നന്നായിട്ട് പാടുക. കാര്യം പോലീസ് ട്രൂപ്പിന്റെ ഗാനമേളയൊക്കെ കേട്ട് വളർന്നൊരു കൗമാരം നമുക്ക് ഉണ്ടായിരുന്നു. അത് വീണ്ടും തിരിച്ചു വരട്ടെ. എല്ലാ ആശംസകളും ഈ പരിപാടിക്ക്. താങ്ക് യു വിജയൻ ജി, താങ്ക് യു.